പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം, നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. ഒരു യജമാനൻ ഒരു ദാസനെ സ്വീകരിച്ചിരിക്കുന്നു, തൻ്റെ ദാസനാണ് എന്നുള്ളതിൻ്റെ മുദ്ര അവനെ ഭിത്തിയോട് ചേർത്ത് കാത് തുളച്ച് കയറ്റണം, കാതിലൊരു കിഴുത്ത. യേശുവിൻ്റെ കയ്യിലടിച്ച ആണിയുടെ ഒരു ചെറിയ അംശം നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നത് അവനോട് ചേർന്നിരിക്കുന്നതിൻ്റെ, അവൻ്റെ പുത്രിയാണ് എന്നുള്ളതിൻ്റെ മുദ്രയാണ്. ദാസനും ദാസിയൊന്നുമല്ല, പുത്രനാണ് പുത്രിയാണ് എന്നുള്ളതിൻ്റെ മുദ്രയാണ്. അത് എടുത്തു മാറ്റുവാൻ വേണ്ടി ഒരുപാട് ദാഹിക്കേണ്ട, കർത്താവ് എടുത്തു മാറ്റിക്കോളൂ. അത് എത്ര വലിയ കാര്യമാണെങ്കിലും. ഇനിയും മാറ്റുന്നില്ലേ? മാറ്റണ്ട. ഇതൊക്കെ വേറൊരു തലമാണ്, കഠിനവാക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, കഠിനവാക്ക് തന്നെയാണ്. ഇതൊന്നും ആർക്കും അത്ര താല്പര്യമുള്ള കാര്യം ആയിരിക്കണമെന്നില്ല. ഇത് മാറിയാലേ എനിക്ക് ദൈവത്തോട് പ്രീതിയുള്ളൂ, അല്ലെ ദൈവത്തിന് എന്നോട് പ്രീതിയുള്ളൂ എന്ന് വിചാരിക്കരുത്. ബാക്കി ഭാഗം വായിക്കാം. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അതായത് ഇവിടെ യൂദായ്ക്ക് പറ്റിയത് എന്താണ്? 3.5 കൊല്ലം നടന്നിട്ടും പിതാവിൻ്റെ കൃപ കിട്ടിയില്ല. അതായത് സാക്ഷാൽ ഭക്ഷണമാണ്, സാക്ഷാൽ പാനീയമാണ് യേശുവിനെ ശരിയായിട്ട് സാക്ഷാൽ ആയിട്ട് അറിയുവാൻ യൂദായ്ക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം ഇവിടെ സംഭവിച്ചു പോയത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വചനങ്ങൾ കേൾക്കുകയും, ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സാക്ഷാൽ അറിയണമെന്നില്ല. എന്നിലുള്ള കറകളെ കൃത്യമായിട്ട് കർത്താവ് ഇതിൽ കൂടി വെളിവാക്കി തരും. അതിനെ പ്രോത്സാഹിപ്പിക്കാതെ അതിനെ മാറ്റി നിർത്തുവാനുള്ള കൃപ ആർജിച്ച് യേശുവിനെ സാക്ഷാൽ അറിഞ്ഞില്ലെങ്കിൽ ഞാനീ പറയുന്നതെല്ലാം അത് പറഞ്ഞത് അവിടെ കിടക്കും. പക്ഷേ എനിക്ക് ജീവൻ ഉണ്ടാവണ്ടേ? ഞാൻ ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടേണ്ടതിന് ഈ പറയുന്ന വചനങ്ങൾ പ്രമാണിക്കുകയും കൂടെ ചെയ്യണം. വെളിപാട് 1:3 പറയുന്ന പോലെ അല്ലേ? വെളിപാടിൻ്റെ 1:3 എന്താണ് പറയുന്നത്? ഈ പ്രവചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അവയെ കേൾക്കുന്നവനും അടുത്തതാണ് പ്രധാനം, അവയെ ആചരിക്കുന്നവനും ഭാഗ്യവാൻ. പറഞ്ഞാൽ പോരാ, കേട്ടാൽ പോരാ, ഇത് ആചരിക്കണം. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ പിതാവിൻ്റെ കൃപ കിട്ടുവാൻ വചനത്തെ നമുക്ക് പ്രമാണിക്കത്തക്കവണ്ണം വിളിച്ചടുപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും വിളിച്ചടുപ്പിച്ചു. ഇനി ഓരോ കൃപമേൽ കൃപ പ്രാപിക്കണം അല്ലേ? വിലാപങ്ങളുടെ പുസ്തകത്തിലൊരു വചനമുണ്ട്, രാവിലെ തോറും പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അതായത് കൃപമേൽ കൃപ വർദ്ധിക്കണം. ഇപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചടുപ്പിച്ചിരിക്കുന്നു, ഈ വചനങ്ങൾ കേൾക്കുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു, അത് ഗ്രഹിക്കുവാനുള്ള കൃപയും ലഭിച്ചിരിക്കുന്നു. ഇത് പ്രമാണിക്കുവാനുള്ള കൃപയും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടിയാലേ അടുക്കൽ ഇരിക്കുന്നതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. ഇവരെല്ലാവരും അടുക്കലായിരുന്നത്, പക്ഷേ ഒരുത്തൻ വിശ്വസിക്കുന്നില്ല. അവൻ്റെ ഉള്ളിൽ പിശാച് കയറിയാണ്. അപകടം പിടിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഇട കൊടുക്കാതിരിക്കത്തക്കവണ്ണം ഒരു കൃപ കിട്ടിയാൽ അതിനടുത്ത ഗ്രേഡിലുള്ള കൃപകൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് 66-ാം വാക്യം വായിക്കാം. ഇതാണ് ഏറ്റവും വിഷമകരമായ ഒരു സംഭവം. ഏറ്റവും വിഷമകരമായ ഒരു സംഭവമായിട്ട് യോഹന്നാൻ ചിത്രീകരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ആ സംഭവത്തെ അദ്ദേഹം ഓർത്തെഴുതുമ്പോൾ ഒരു വേദന വന്ന് കാണും, ഒരു നോവ്. ആ നോവിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണത്. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചേയില്ല. വളരെയധികം വേദനാജനകമായൊരു കാര്യമാണ്. നമ്മൾ 15-ാം വാക്യത്തിൽ ഒരു കാര്യം വായിച്ചു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു,
അവസാനം വരുമ്പോൾ വേറൊരു കാര്യം പറയാം എന്ന്. എന്താണ് 15-ാം വാക്യത്തിൽ എഴുതിയിരുന്നത്? അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് പോയി. കാര്യം എന്താണെന്നറിയാമോ? യേശു അവരെ മുന്നമേ അറിഞ്ഞിരുന്നു. യേശുവിനെ പിടിച്ച് രാജാവാക്കിയാലും കൊള്ളാം, രാജാവാക്കിയില്ലെങ്കിലും കൊള്ളാം, കർത്താവ് പറയാനുള്ളത് പറയും. ഇത് പറഞ്ഞാൽ ഇവർക്കൊന്നും കയറുമില്ലെന്ന് യേശുവിനും മുന്നമേ അറിയാമായിരുന്നു. പക്ഷേ കർത്താവിന് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ എൻ മൂലം ജീവിക്കും. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഞാൻ ഈ വിവിധ സഭയിലെ പുരോഹിതന്മാരുമായിട്ടും ശുശ്രൂഷകരുമായിട്ടും ഒക്കെ ചിലപ്പോൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ചിലപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം പറയും. ഇന്ന് വിവിധ സഭകളുണ്ട്. ഓരോരുത്തരും ഓരോ ടീച്ചിങ്സിൻ്റെ ബേസിലാണ് മാറി നിൽക്കുന്നത്. കാത്തലിക് സഭ, ഓർത്തഡോക്സ് സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ, മർത്തോമ സഭ, CIC സഭ, ഇങ്ങനെ അപ്പോസ്തോലിക സഭകളുണ്ട്. അതുകൂടാതെ അപ്പോസ്തോലിയത്തിൻ്റെ പാരമ്പര്യം അതിൽ വിശ്വസിക്കാത്ത പാശ്ചാത്യ സഭകളും ഉണ്ട്. അപ്പോസ്തോലിക സഭയിൽ തന്നെ വിവിധ തരം സ്കിസംസ് ആണ്, അതായത് ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം വിഭജിച്ച് മാറിയതാണ് ടീച്ചിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ. യേശു ജനിക്കുമ്പോൾ പുതിയ നിയമസഭ ആരംഭിച്ചു. ശിഷ്യന്മാരുടെ മേൽ ആ സഭയെ ഭരമേൽപ്പിച്ചിട്ട് മൂലക്കല്ലായിരുന്നവൻ സ്വർഗത്തിലേക്ക് പോയി. അവൻ ഈ ഭൂമിയിൽ ആ സഭയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി അത്യാവശ്യമായി വേണ്ടിയിരുന്ന തൻ്റെ മാംസവും രക്തവും വിഭജിച്ചു കൊടുത്തപ്പോൾ 20,000 പേരോളം ഏകദേശം ആ സഭയിലുണ്ടായിരുന്നു. ആ 20,000 പേരിൽ ഭൂരിഭാഗവും പിൻവാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെപ്പറ്റി പഠിപ്പിച്ച് സ്ഥാപിച്ച സഭ പിരിഞ്ഞു. സഭാചരിത്രത്തിലെ ആദ്യത്തെ ഡിവിഷൻ ഇവിടെയാണ്. കാരണം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സഭകൾ പിരിയും. ഇത് കഠിനമാണ്. ഇത് ഉൾക്കൊള്ളുവാൻ കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും അതുപോലെ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. ഈ വരുന്നവർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വലിയ വിരോധാഭാസം. അടുത്തിരുന്ന യൂദായ്ക്ക് പോലും കിട്ടിയില്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വിശുദ്ധ കുർബാനയെപ്പറ്റി കർത്താവ് പഠിപ്പിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ്. ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവനായിട്ട് വേണം ഉള്ളിൽ കയറുവാൻ. ഇത് ലൈവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ടൈം ട്രാവലാണ്. ടൈം ട്രാവൽ. കർത്താവിൻ്റെ ശരീരരക്തങ്ങളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടേണ്ടത് ഗോൽഗോത്ത മലമുകളിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ ചോട്ടിലാണ്. അവിടുന്ന് ഇങ്ങനെ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് ആ മരത്തിന്മേൽ കൂടി താഴേക്ക് ഒഴുകി പതിക്കുന്ന രക്തത്തുള്ളികളിൽ ശ്രദ്ധ പതിച്ച് മുഴുവനായിട്ട് നമ്മളുടെ ആത്മബോധത്തെ ആ സമയത്തിലേക്ക് കൊണ്ടുചെന്ന് ഇപ്പോൾ ജീവിക്കുന്നതിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2000 വർഷം പുറകിലേക്ക് അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഓർമ്മ എന്ന് പറയുന്നത്. ഇത് എത്തിപ്പെടുവാൻ എല്ലാവർക്കും പറ്റില്ല.
അതിന് കൃപ വേണം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വരുന്നത് കർത്താവിൻ്റെ രക്തത്തെയും ശരീരത്തെയും അനുഭവിച്ച് ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയല്ലാതെ പള്ളിയുടെ പെരുന്നാൾ നടത്തേണ്ടത് എങ്ങനെയാണ്, ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, സൺഡേ സ്കൂളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, യൂത്ത് ലീഗിൽ എങ്ങനെ കരോളിറങ്ങണം, അല്ലെങ്കിൽ വനിതാ സമാജത്തിൻ്റെ ലേലം വിളി എങ്ങനെ നടത്തണം, അതിലാരായിരിക്കണം മുഖ്യ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആരാധനയ്ക്ക് വന്നു നിന്നാൽ അത് ജഡീക ആരാധനയായി പോവും. അവിടെ നിൽക്കുമ്പോഴെല്ലാം നമ്മുടെ ശ്രദ്ധ വേറെയായിരിക്കും. ഇവിടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ശ്രദ്ധയില്ല എങ്കിൽ നമ്മൾ ആരാധന സ്ഥലത്ത് നിന്ന് തന്നെ ഇറങ്ങിപ്പോവും. കണ്ടിട്ടില്ലേ നിങ്ങൾ, വിശുദ്ധ കുർബാന നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ എടുത്ത് ഫോൺ ചെയ്യാൻ പോകുന്നു, ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഓഫീസ് വർക്കേഴ്സ് പോകുന്നു. എന്തുകൊണ്ടാണ്? ഇതങ്ങോട്ട് എത്തിയിട്ടില്ല, അതാണ് കാര്യം, എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. ചെയ്യണം, ഇത് കഴിഞ്ഞുള്ള ചെയ്ത്ത് മതി എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പറ്റും. ഞാൻ എൻ്റെ പിതാവായതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ട് അത് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം 3 വർഷം ട്രസ്റ്റി ആയിട്ടിരുന്നതാണ് എൻ്റെ തിരുവനന്തപുരത്തുള്ള ഒരു പള്ളിയിൽ. രാവിലെ അച്ഛൻ വരുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന പൂർത്തിയാക്കാതെ അദ്ദേഹം ഓഫീസ് തുറക്കില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്, അങ്ങനെ ഉള്ള ട്രസ്റ്റിമാരുണ്ട്. പക്ഷേ ഇന്ന് പല പള്ളികളിലും വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അവിടെ ഓഫീസ് വർക്ക് വേറെ നടക്കുകയാണ്. അപ്പോൾ ആ പള്ളിയിൽ വന്നത് എന്തിനാണ്? ജഡീകമായ ഒരു ആരാധന അവിടെ നടക്കുന്നു, എനിക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. ജീവിപ്പിക്കുന്ന ആത്മാവ് ഉള്ളിലേക്ക് കയറിയിട്ടില്ല, അതാണ് കാര്യം. ജീവൻ കിട്ടുന്നില്ല. ജീവൻ കിട്ടുന്നവൻ ജീവനിലേക്കല്ല ഓടത്തുള്ളൂ. അവരുടെ സന്തോഷം അവിടെ നിൽക്കുകയാണ്. വനിതാ സംഘടനയുടെ മർത്തുമറി ഓർഗനൈസേഷൻ്റെ സന്തോഷം വേറൊരിടത്താണ്. സൺഡേ സ്കൂൾ അധ്യാപകരുടെ സന്തോഷം വേറൊരിടത്താണ്. യൂത്ത് ലീഗിൻ്റെ സന്തോഷം മറ്റൊരിടത്താണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിന് എന്ത് പ്രാധാന്യം? ഇറങ്ങിപ്പോകും. ആദ്യത്തെ സ്കിസം ഉണ്ടായത് ഇവിടെയാണ്. ഉടനെ കർത്താവ് എന്നാ നിൽക്കേ, നിങ്ങളെല്ലാവരും പോകല്ലേ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു വിളിച്ചു. ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണ്? ഓഫീസ് പ്രവർത്തിക്കേണ്ടതുള്ളതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ പ്രസംഗം ഇതാ 10 മിനിറ്റിൽ നിന്ന് 4 മിനിറ്റായിട്ട് കുറച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഏറ്റവും ചെറിയ ക്രമങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ നിന്ന് മാറി മനുഷ്യരുടെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അടിമുട്ട് മുടി വരെ എല്ലാം തകർന്നുപോയി. എല്ലാ സഭകളിലും നിങ്ങൾ നോക്കിയോ, സഭകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തകർച്ചയുള്ളത്. ഒരു സഭയിൽ ഒരു പ്രശ്നം വന്നിങ്ങനെ മൂത്ത് നിൽക്കും. അതിങ്ങനെ വാർത്താ പ്രാധാന്യമൊക്കെ നേടി എല്ലാവരും സഭാമക്കളും വളരെ സന്തോഷത്തോടുകൂടി അതിനെ ഏറ്റെടുത്ത് കണ്ടില്ലേ, അച്ഛന്മാരും പുരോഹിതന്മാരും കണ്ടില്ലേ, ആ സഭ കണ്ടില്ലേ, ഈ സഭ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ ഏറിൽ നിർത്തി ആ സംഭവം ഒന്ന് താന്നു വരുമ്പോൾ അടുത്ത സഭയിൽ അടുത്ത വിഷയം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ആ വിഷയം ഇങ്ങനെ മൂത്തിങ്ങനെ ഒരു പരുവമാക്കി നാട്ടുകാരും ചാനലുകാരും എല്ലാം എടുത്തിട്ട് അതിനെ വഷളാക്കി ഒരു പരുവമാക്കി അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കഴിഞ്ഞിങ്ങോട്ട് താന്നു വരുമ്പോൾ അടുത്ത സഭയിൽ അടുത്ത വിഷയം ഉണ്ടാവും. പിന്നീട് കുറേ കാലത്തേക്ക് അതായിരിക്കും. ഇപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുക. ഇപ്പം വരുന്നുണ്ട്, നിങ്ങൾ ഒരു സംഭവം വരുന്നുണ്ട്, വലിയ താമസമില്ലാതെ വരും. നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇവിടെ എന്താ? ജീവിപ്പിക്കുന്ന ആത്മാവിനെ അല്ല ആരും അന്വേഷിച്ചു പോകുന്നത്. കർത്താവിൻ്റെ ശരീരം യഥാർത്ഥ ശരീരമാണത്, എൻ്റെ കർത്താവ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ബോധ്യമുള്ളവൻ ആരാധനയ്ക്ക് പള്ളിയിൽ കയറിയാൽ വെളിയിലിറങ്ങി പോകുമോ? പോയില്ല. ആ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ആ കൃപ കിട്ടിയില്ല. അതാണ് ബോധ്യമില്ലാതെ വന്നതെന്താ? അവൻ്റെ കുഴപ്പമല്ല, ആ കൃപ കയറിയിട്ടില്ല. കൃപ അങ്ങോട്ട് കയറുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ കൃപ കിട്ടാനാണ്. ആ കൃപ, എനിക്ക് ആ കൃപ തരണം.
അതായിരിക്കണം എൻ്റെ ആധാരം. കാരണം ഇതിനകത്ത് ആ കൃപയില്ലാതെ മറ്റൊരു കോംപ്രമൈസിന് കർത്താവ് തയ്യാറല്ല. ഇത് കർത്താവ് എന്തിനു വന്നോ ആ കാര്യമാണ് പഠിപ്പിക്കുന്നത്. ജനമെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് കർത്താവ് വന്നത് കുറേ അടയാളങ്ങൾ കാണിക്കാനും, കുറേ രോഗികളെ സൗഖ്യമാക്കുവാനും, കുറേ അത്ഭുതങ്ങൾ കാണിക്കുവാനും എന്നാണ്. കുറേ അപ്പം തിന്നുവാനുമാണ് ഈ ജനങ്ങളെല്ലാം കൂടിയത്. ശരിക്കുമുള്ള അപ്പം കൊടുത്തപ്പോൾ ഇവർ പറയും എനിക്ക് വേണ്ടെന്ന്. കാരണം കൃപ കിട്ടുന്നില്ല, കൃപ കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയങ്ങ് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലിയൊരു സമൂഹം കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന് അറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരെല്ലാം പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഒരു ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ യേശുദമ്പുരാൻ ഉടനെ അയ്യോ ശിഷ്യന്മാരോടെല്ലാവരും, ബാക്കി വന്നിരുന്ന ശിഷ്യന്മാരോട്, അയ്യോ നിങ്ങൾ പോവല്ലേ, ഇനിയും കുറച്ചും നിങ്ങൾ ഇത്രയും പേരെങ്കിലും വേണമല്ലോ, നമ്മുടെ സഭയിലൊക്കെ ആൾ കുറവാണല്ലോ, പ്രസംഗത്തിന് ആൾ കുറവാണല്ലോ, നിങ്ങൾ പോവല്ലേ പ്ലീസ്, ഇവിടെ ഇരിക്കൂ, നിങ്ങളോട് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോവും എന്നെല്ലാം പറഞ്ഞോ കർത്താവ്? പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അടുത്ത പറച്ചിൽ കേട്ടില്ലേ? അതാണ് ഭീകരം. എന്താണ് കർത്താവ് പറഞ്ഞത്? വളരെ അത്രയ്ക്ക് കർക്കശമായിട്ട് ഒരു രീതിയിലും ഈ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ കർത്താവ് നിൽക്കുകയാണ്. കർത്താവ് അവരോട് പറയുകയാണ്. ആരോട്? തൻ്റെ ശിഷ്യന്മാരോട് എന്ന് പറഞ്ഞാൽ ഈ 12 അപ്പോസ്തലന്മാരോടും പറയുകയാണ്. 12 പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ഇത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കണം. ഈ യോഹന്നാൻ ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്തയൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? അടുത്ത് ചാരി കിടപ്പുണ്ട് ആള്. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ഒരു ആലങ്കാരിക ഭാഷയിൽ യോഹന്നാൻ എഴുതിയതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? യഥാർത്ഥ അർത്ഥം എന്തുവാണ്? കുറേ എണ്ണം ഇറങ്ങിപ്പോയി, നിങ്ങളും വേണമെങ്കിൽ പൊയ്ക്കൊള്ളുക. ഇതിനകത്ത് ഒരു രീതിയിലും വെള്ളം ചേർക്കുവാൻ പറ്റില്ല, ഒരു രീതിയിലും പറ്റില്ല. എൻ്റെ മാംസം എൻ്റെ രക്തം നിത്യജീവൻ, ഇതിനകത്ത് അത് അങ്ങനെ തന്നെയാണ്. അത് വിശ്വസിക്കുന്നവൻ വിശ്വസിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് സഭകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളെക്കാളിൽ നന്നായി വചനം അറിയാവുന്നവരും വേദപുസ്തകം വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും സുവിശേഷം പറയുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ അവരിൽ ഭൂരിഭാഗം പേർക്കും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ സാക്ഷാൽ ഭക്ഷണ പാനീയ അവസ്ഥയിലേക്ക് ആ കൃപ കിട്ടുന്നില്ല. ചിലർക്കിതൊരു വിരുന്നുമേശ പോലെയാണ്. എല്ലാവരും കാഴ്ച മേശയും അപ്പം ഒക്കെ ഉണ്ട്. അതങ്ങനെയല്ല. ഇത് കർത്താവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ തിരിശരീര രക്തങ്ങൾ. അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവൻ്റെ പുറകെയൊന്നും കർത്താവ് വരത്തില്ല. നമ്മളിപ്പോൾ പല രീതിയിലും സഭകളൊക്കെ പറയാറുണ്ട്, അയ്യോ ആൾ കുറയുന്നു, ഇതിപ്പോൾ എന്ത് ചെയ്യും, കുറേ പേരെ പിടിക്കണമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ആരെയും പിടിക്കണ്ട, ഇക്കാര്യത്തിൽ ആരെയും പിടിക്കണ്ട. ഇതിന് ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോൾ ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഇതുപോലെ ഒരു പ്രഖ്യാപനം ശീമോൻ പത്രോസ് മുന്നമേ നടത്തിയിട്ടുണ്ട് അല്ലേ? ശീമോൻ പത്രോസിനെ ശിഷ്യന്മാരിൽ പ്രധാനിയായി കാണുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അല്ലാതെ ഏറ്റവും മൂത്ത ആളായതുകൊണ്ടൊന്നുമല്ല. മൂത്ത ആൾ ശീമോൻ പത്രോസ് അല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? അറിയോ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായമുള്ള ആൾ? ഏറ്റവും പ്രായമുള്ളതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പടുകിളവന്മാരെ പോലെ ഒന്നും വിചാരിക്കരുത്. ഇവരെല്ലാം ചെറുപ്പക്കാരായിരുന്നു കേട്ടോ. കർത്താവിനേക്കാളിൽ ചിലപ്പോൾ 1-2 വയസ്സ് കൂടുതലോ കുറവോ അത്രയേ ഉള്ളൂ. ഇവരെല്ലാം ചെറുപ്പക്കാരായിരുന്നു. ഉള്ളതിൽ മൂപ്പാർക്കായിരുന്നു? അന്ത്രയോസിനായിരുന്നു. ശീമോൻ്റെ ചേട്ടനായിരുന്നു അന്ത്രയോസ്. പക്ഷേ എങ്ങനെ പ്രധാനിയായി? ഈ തള്ളിപ്പറഞ്ഞവൻ എങ്ങനെ പ്രധാനിയായി? കാര്യം എന്താണെന്നറിയാമോ? പിതാവിൻ്റെ കൃപ കിട്ടി, അത്രയേ ഉള്ളൂ. ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ പിതാവിൻ്റെ കൃപ വേണം, പിതാവിൻ്റെ ആകർഷണം.
കൃപ, അത് കിട്ടി. നേരത്തെയും ഇതുപോലെ പറഞ്ഞിരുന്നു. എപ്പോൾ? ഫിലിപ്പിയിലെ കൈസരിയിൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ഞാനതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നല്ലേ. വാട്ട് ഡു പീപ്പിൾ സേ ദാറ്റ് ഐ ആം എന്നാണ് ചോദിച്ചത്. ഞാനാകുന്നു, ഞാൻ ദൈവമാകുന്നു എന്ന് ജനത്തിന് തോന്നുന്നുണ്ടോ എന്നാണ്. അല്ലാതെ വാട്ട് ഡു പീപ്പിൾ സേ അബൌട്ട് മീ, എന്നെപ്പറ്റി എന്ത് പറയുന്നു, ഇത്ര നാളായി, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, അതൊന്നുമല്ല. ഞാനാകുന്നവൻ, ഞാനാകുന്നു, ആ കാര്യം നിങ്ങൾക്ക് അറിയാമോ, ജനത്തിനറിയാമോ? ശീമോൻ പത്രോസ് ചാടി എണ്ണീച്ച് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാകുന്നു. കൃപയിലാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ് ശീമോൻ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാണ് പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം പോലെയുള്ളൊരു പ്രഖ്യാപനം മാർത്തോമാ ശ്ലീഹ ഉയർപ്പിന് ശേഷമാണ് പറഞ്ഞത്. ശീമോൻ ഇപ്പോഴേ കിട്ടിയത്. ഉയർപ്പിന് ശേഷം മാർത്തോമാ ശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ശീമോൻ പത്രോസ് ഇപ്പോഴേ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാകുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. ഈ ഒരു ബോധ്യതലമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഈ ബോധ്യം കിട്ടില്ല. ഓർത്തഡോക്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടോ, കത്തോലിക്കക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടോ, പ്രൊട്ടസ്റ്റൻ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടോ, മർത്തമക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടോ, പെന്തിക്കോസുകാരനാണെന്ന് പറഞ്ഞാൽ ആരായാലും കൊള്ളാം, ഈ ബോധ്യം പിതാവ് ആകർഷിച്ചവനെ കിട്ടത്തുള്ളൂ. അത് കിട്ടണം. ഈ കർത്താവ് ദൈവമാണ്, മശിഹയാണ് എന്നുള്ള പൂർണ്ണബോധ്യം ഇത് ത്രിയേക ദൈവത്തിൻ്റെ സാരാംശമായ രണ്ടാമത്തെ ആളത്വമായ അല്ലെങ്കിൽ ആളായ വ്യക്തിയായ കർത്താവായ യേശു ദൈവമാകുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ആ ബോധ്യം ആരാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ ബോധതലത്തിലേക്ക് ജീവിപ്പിക്കുന്ന ഒരാത്മാവായി നമ്മളുടെ മേൽ ആഴ്ന്നിറങ്ങുവാൻ പിതാവ് നമ്മളെ ആകർഷിക്കണം. പിതാവ് ആകർഷിക്കണമെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എന്നെ പിതാവിനാൽ ആകർഷിക്കപ്പെടുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മാറട്ടെ. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാവുന്നു. വളരെ തീവ്രമായ ഭാഷയാണ് കർത്താവ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളിൽ ഒരുത്തൻ പിശാചാവുന്നു. കാരണം എന്താണ്? എന്നെ സാക്ഷാൽ അവൻ അറിയുന്നില്ല. അതാണ് പ്രശ്നം. അവൻ എന്നെ അറിയുന്നില്ല. 3.5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ എൻ്റെ വചനങ്ങൾ കേട്ട് നടക്കുകയാണ്. പക്ഷേ യേശുവിനെ യേശുവായിട്ട് ദൈവമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ അതൊരു പൈശാചിക ഭാവം തന്നെയാണ്. നമ്മുടെ മക്കളും തലമുറകളും എല്ലാം ഇന്നത്തെ കാലത്ത് യേശു ദൈവമാണെന്നൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവർ അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. അതായത് യേശുവിനെ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ബുദ്ധനെ പോലെയൊക്കെയുള്ള ഒരാളായിട്ട് കാണുവാനാണ് എല്ലാ മക്കളും നമ്മുടെ തലമുറയിലുള്ളവരും വിശ്വസിക്കുന്നതോ അല്ലെ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം. അങ്ങനെ ഒരു ആത്മവ്യാപാരമാണ്. യേശു ദൈവപുത്രനെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുവാൻ സാധിക്കില്ല. അത് പൗലോസ്ലീഹ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവില്ലാത്തവൻ മാത്രമേ യേശു ശപിക്കപ്പെട്ടവനെന്നും പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായിട്ട് ക്രിസ്തുവിനെ ഏക സാരാംശ ദൈവമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു പൈശാചിക ഭാവമാണ്. യേശുവിനെ ദൈവമായിട്ട് ഉൾക്കൊള്ളാത്ത സമൂഹമെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണ്. അത് സഭയിലായാലും അങ്ങനെ തന്നെ.
വ്യത്യസ്ത സഭകളുണ്ട്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അവർ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല. കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഞാൻ ദൈവമാകുന്നുവെന്ന് പല തവണ കർത്താവ് യോഹന്നാൻ ശ്ലീഹായുടെ ഈ സുവിശേഷത്തിൽ ഞാനാകുന്നു, ഞാൻ ദൈവമാകുന്നു ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വേറൊരു ഓപ്ഷൻ ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇത് പറഞ്ഞ കർത്താവ് ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മളായിരിക്കുന്നത്. ഒരു വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഈ കർത്താവിൻ്റെ ദൈവത്വത്തെ പറ്റിയുള്ള ഈ തീഷ്ണതയില്ല. അതവരെ മാത്രം പറയുന്നുമില്ല, ഇത് പഠിപ്പിച്ചുകൂടെ കൊടുക്കണം. ആദ്യമകാലത്തെ സഭയിൽ ഒരുപാട് ടീച്ചിങ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ടീച്ചിങ്സ് ഇല്ല. ആശ്രമങ്ങളിൽ ടീച്ചിങ്സ് ഇല്ല. എന്ത് ചെയ്യാനാ? ആശ്രമങ്ങൾ എന്തിനാണ്? സെമിനാരികൾ എന്തിനാണ്? അരമനകൾ എന്തിനാണ്? ഇതെല്ലാം ആത്മീയ സ്രോതസ്സുകളുടെ കേന്ദ്രങ്ങളാവണം. ആത്മീയ സ്രോതസ്സുള്ള കേന്ദ്രങ്ങൾ അവരുടെ ഉറവിടം എന്ന് പറയുന്നത് വചന പ്രബോധനത്തിലാണ്. കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഭൂരിഭാഗം സമയം ടീച്ചിങ് ആയിരുന്നു. 1-2 പ്രസംഗങ്ങളെ കർത്താവ് നടത്തിയിട്ടുള്ളൂ, ഗിരിപ്രഭാഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. ആ പ്രഭാഷണങ്ങളിൽ പോലും ടീച്ചിങ്സ് ആയിരുന്നു. നമുക്ക് വേറെ പല വ്യാപാര കാര്യങ്ങളിലുമാണ് ശ്രദ്ധ. അതുകൊണ്ടാണ് ഈ സഭകളെല്ലാം മുച്ചൂടെ മുടിഞ്ഞു പോകുന്നത്. യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്നവന് ഉള്ളിൽ സ്നേഹത്തിൽ നിന്നുള്ള ഒരു ഭയവും കൂടെ ഉണ്ടാവും. ഇത് ഈ ഭയമില്ല. അതുകൊണ്ടാണ് ത്രോണോസിൽ കയറി പുരോഹിതനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി അടിക്കുന്നത്. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിൽ ഒരു സഭകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്. വിശ്വാസികൾക്കും പുരോഹിതന്മാർക്കും ആർക്കും സ്നേഹബന്ധത്തിൻ്റെ, അതായത് കർത്താവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ തീഷ്ണത വരുന്നില്ല. ഇതൊരു ഉപാധി, ഒരു ആധ്യാത്മികതയുടെ ഒരു ചെറിയ ലക്ഷണമൊക്കെ എന്നിലുണ്ടെന്ന് കാണിക്കുവാനുള്ള ഒരു സംഗതിയായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 70-ാം വാക്യം, യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. ഈ ഒരുത്തൻ എന്ന് പറയുമ്പോൾ ഇതൊരു പ്രതിനിധിയാണ്. മനസ്സിലാകുന്നില്ല, കർത്താവിനെ മനസ്സിലാകാത്ത വലിയൊരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് യൂദായെങ്കിൽ അവനെ യേശു വിളിക്കുന്നത് പിശാചെന്നാണ്. പിശാചിൻ്റെ സ്വഭാവമാണ്. ഒറ്റുകൊടുത്തു എന്നുള്ളതല്ല, യേശുവിനെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യേശുവിനെ മനസ്സിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒറ്റുകൊടുക്കില്ലായിരുന്നു. യേശുരാനെ 3.5 കൊല്ലം കൂടെ നിന്നിട്ടും ഇവൻ്റെ ഉള്ളിലുള്ള വ്യാമോഹം കാരണം, ഇവൻ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലിയല്ല, ആധ്യാത്മികത രീതിയല്ല തൻ്റെ ഗുരുവിനുള്ളത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ അവൻ്റെ വഴിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം ഈ അത്യാഗ്രഹം ധനത്താൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുമ്പോൾ അത് സംഹാരമോഹങ്ങളാൽ വശീകരിക്കപ്പെടുമെന്നാണ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. സംഹാരമോഹങ്ങളാൽ എന്ന് പറഞ്ഞാൽ ഒരാളെ സംഹരിക്കുവാനുള്ള. ഇതാണ് യൂദായിൽ കയറിയത്. ഏത്? യേശുവിനെ ഇനിയും ഒറ്റിക്കൊടുത്ത് കൊന്നു കളഞ്ഞേക്കാം. യേശു രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. 1 തീമോഥെയോസ് 6:8. ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുമ്മിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. യൂദായുടെ ഉള്ളിൽ കയറിയ ദ്രവ്യാഗ്രഹം സംഹാരനാശത്തിലേക്ക് അവനെ വീഴിക്കുന്ന തലത്തിലേക്കുള്ള പൈശാചികതയായി മാറി.
അത് കാരണമാണ് ഒറ്റുകാരനായി തീർന്ന യൂദ എന്ന് പറയുന്നത്. ബാക്കി ഇത് അവൻ ശീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദായെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അധ്യായം തുടങ്ങുമ്പോൾ 5-ാം വാക്യത്തിൽ യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് പീലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടുന്ന് കൊടുക്കും? ഈ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിവ് തോന്നുന്നതാണ്. വലിയൊരു പുരുഷാരം. നമ്മൾ ഏകദേശം 20,000 പേരെ കണക്ക് കൂട്ടി. ഇപ്പം എത്ര പേരുണ്ട്? 11 പേരുണ്ട്. യൂദ ഇല്ല. യൂദായും ആ കൂട്ടത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പോയി. കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും സംബന്ധിച്ചിട്ടുള്ള നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൃപയില്ലാത്തവന് അത് കിട്ടില്ല. അവൻ പോവും. 20,000 പേരെ തുടങ്ങിയ പരിശുദ്ധ സഭ 11 പേരായിട്ട് കുറഞ്ഞു. ഇനിയും മറ്റൊരു കാര്യം കൂടി പറയാം. ഈ കർത്താവിൻ്റെ വരവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ശരീരരക്തങ്ങൾ വിഭജിച്ച് കൊടുക്കാനായിട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞു ബോധിപ്പിക്കുന്ന സമയങ്ങളാണ് ഇവ. അത് പഠിപ്പിക്കുകയാണ്. അത് ഉൾക്കൊള്ളുവാൻ 11 പേർക്കേ പറ്റിയുള്ളൂ. ഇനിയും ഇത് കർത്താവ് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു ഗോൽഗൊഥ മലമുകളിൽ. ആ സമയത്ത് ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയാൾ. ഇതാണ് ഇതിൻ്റെ ഭയപ്പെടുത്തുന്ന രഹസ്യം. എന്ന് പറഞ്ഞാൽ ഈ രഹസ്യം ശരിക്കും പിടികിട്ടിയത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് വിട്ടുപോകാതെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്. വിട്ടുപോയില്ല. അത് പിടികിട്ടി. യോഹന്നാൻ ശ്ലീഹായ്ക്ക് അത് പിടികിട്ടിയത്. സമ്പൂർണമായിട്ട് യേശുവിനെ മനസ്സിലായത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് മാത്രമാണെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. മറ്റുള്ളവർക്ക് മനസ്സിലായില്ല എന്നല്ല. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് മാതാവിനെ ഭരമേൽപ്പിക്കുന്നത് ആർക്കാണ്? യോഹന്നാൻ ശ്ലീഹായ്ക്കാണ്. കാരണം എന്താണെന്നറിയാമോ? യേശുവിന് ഒരു യഹൂദനായിരിക്കെ വേറൊരാൾക്ക് ഭരമേൽപ്പിക്കുവാൻ സാധിക്കില്ല. ഒരമ്മയ്ക്ക് ഒരു മകനുണ്ടെങ്കിൽ ആ അമ്മ അനാഥമാകുമ്പോൾ ആ അമ്മയുടെ മറ്റൊരു മകന് വേണം കൊടുക്കുവാൻ. ആദ്യത്തെ മകന്, മൂത്ത മകന് നോക്കുവാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ മകനെ വേണം അത് ഭരമേൽപ്പിക്കുവാൻ. കർത്താവിന് വേറെ സഹോദരങ്ങളില്ലായിരുന്നു എന്നുള്ളതിന് സഭ എടുത്തു കാണിക്കുന്ന മറ്റൊരു തെളിവാണിത് കേട്ടോ. പലരും പഠിപ്പിക്കുന്നില്ലേ കർത്താവിന് വേറെ സഹോദരങ്ങളുണ്ടായിരുന്നു, മറിയാം വേറെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ സഭ എടുത്തു കാണിക്കുന്ന മറ്റൊരു ഉദാഹരണമാണിത്. ഏത്? അതായത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്. അതല്ലേ കർത്താവ് പണ്ട് ഉപമയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. നിങ്ങൾ അപ്പനെ അമ്മയെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കർത്താവ് ഉപമകൾ പറഞ്ഞ് യഹൂദന്മാരെ ശാസിക്കുന്നുണ്ട്. കാരണം മക്കൾക്കാണ് മാതാപിതാക്കൾ അവർക്കൊരു ഒറ്റപ്പെടൽ വരുമ്പോൾ നോക്കുവാനുള്ള ഉത്തരവാദിത്വം. കർത്താവ് ആ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായെയാണ്. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, കർത്താവിന് വേറെ സഹോദരങ്ങളില്ലായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. രണ്ടാമത്, കർത്താവ് യോഹന്നാൻ ശ്ലീഹായെ തൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള സാക്ഷ്യപത്രവുമാണ്. ഇത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് മാത്രം
മനസ്സിലായത് അത്രയും കൃപ യോഹന്നാൻ കിട്ടിയതുകൊണ്ടാണ്. അത്രയും കൃപ കിട്ടുവാൻ കാരണം മാറിൽ ചാരിയിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കർത്താവ് പറഞ്ഞ വചനങ്ങളിൽ എൻ്റെ അടുക്കൽ വരുന്നവന്, എൻ്റെ അടുക്കൽ വരുന്നവന്. ഈ അടുക്കലിരിക്കുന്നതിൻ്റെ സുഖം യോഹന്നാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന കർത്താവ് എന്തിനു വന്നോ, എന്തിനായിട്ട് തൻ്റെ ജീവൻ വെടിഞ്ഞോ അത് പറഞ്ഞു കൊടുക്കുന്നത് ഗ്രഹിക്കുവാൻ, സാക്ഷാൽ യേശുവിനെ അതിൽ തന്നെ സമ്പൂർണമായിട്ട് അത് യേശുവാണ് എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കുവാൻ നമ്മളെ ഒരുക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. ഏത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാലും നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ പോകരുത്. അനുഭവിച്ചിരുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്നാണ്, വന്ന് കാണുന്നവർക്കായി എന്നല്ല. പക്ഷേ അനുഷ്ഠിക്കുന്ന ഈ കുർബാന അനുഭവിക്കുവാൻ ഒരുങ്ങിയേ വരാവൂ. 1 കൊരിന്ത്യർ 11 അയോഗ്യമായി ഈ അപ്പം ഭക്ഷിക്കുകയോ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ അത് നിമിത്തം രോഗിയായി തീരുമെന്നാണ്. അപ്പം നമ്മുടെ രോഗത്തിന് കാരണം അശുദ്ധമായ കാര്യങ്ങളിൽ വിശുദ്ധി കലർത്തിയത് കൊണ്ടാണ്. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ വയ്ക്കാവൂ. അതുകൊണ്ട് ഈ വിശുദ്ധിയോടുള്ള ഒരുക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ വിശുദ്ധ കുർബാന അനുഭവിക്കാത്തത്. എന്തുകൊണ്ടാണ് ഒരാൾ വിശുദ്ധ കുർബാന അനുഭവിക്കാത്തത്? ഞാൻ അതിന് യോഗ്യനല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഇന്ന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് എടുക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് സ്വയമായി തോന്നുന്നതുകൊണ്ടാണ്. ആ യോഗ്യതയൊക്കെ അവിടെ നിൽക്കട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് വരാമല്ലോ. അത് തലേന്ന് തൊട്ടേ ഒരുങ്ങി ആ ഒരുക്കത്തോടുകൂടി അനുഭവിച്ച് അതിൽ നിന്ന് മുന്നോട്ട് വളർന്ന് അടുക്കിലേക്ക് എത്തുന്നവന് ഇതിൻ്റെ അടുത്ത രഹസ്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ രഹസ്യങ്ങളുടെ ഒരു വലിയ സന്തോഷം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയും ചെയ്യും. രാജാവായി അവനെ ആക്കണമെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം പോയി. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു. ഇപ്പം കുരിശിൻ്റെ ചോട്ടിൽ രാജാവായി കിടക്കുമ്പോൾ, കുരിശിന്മേൽ രാജാവായി തൂങ്ങിക്കിടക്കുന്നവൻ്റെ ചുവട്ടിൽ ഒരാളേ ഉള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ് സത്യത്തിൽ നല്ലത്. അവിടെ നിന്നുകൊണ്ട് ഈ മർമ്മങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.